ഞങ്ങൾ സിദ്ധി ഹോംസിൽ 2015 മുതലുള്ള കണക്ഷനാണ്. തൃപ്പൂണിത്തുറക്കാരല്ല, തൃപ്പൂണിത്തുറയിൽ വന്നു കയറിയവരാണ്. സിദ്ധി ഹോംസിൻ്റെ പരസ്യം കണ്ട് ആകൃഷ്ടരായല്ല ഞങ്ങൾ സിദ്ധി ഹോംസുമായിട്ട് ബന്ധപ്പെടുന്നത്. ഞാനിവിടെ തൃപ്പൂണിത്തുറയിൽ വന്ന് താമസം തുടങ്ങുമ്പോൾ വാടകയ്ക്ക് താമസിച്ച ഫ്ലാറ്റിനടുത്ത് സിദ്ധി ഹോംസിൻ്റെ ബിൽഡിംഗ് അണ്ടർ കൺസ്ട്രക്ഷൻ ഓൾമോസ്റ്റ് ഫിനിഷ് ആവുന്ന അവസരത്തിൽ വന്ന് കണ്ട് തീരാറായൊരു ബിൽഡിംഗ് ആയതുകൊണ്ട് ജസ്റ്റ് ചേരുന്നു. അങ്ങനെ ഫ്ലാറ്റിലെ ഒക്യുപ്പൻ്റ് ആയതാണ്. സിദ്ധി ഹോംസുമായിട്ടുള്ള ബന്ധം ദൃഢമായത് ശരിക്കും അതിന് ശേഷമാണ്. കാരണം അവരുടെ ആഫ്റ്റർ സെയിൽസ് കഴിഞ്ഞാൽ മറ്റ് ബിൽഡറിൽ എന്നുള്ള വ്യത്യാസമായി ഒരു ഫാമിലി ഓടൊരു ബന്ധം നമ്മളുമായിട്ട് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട് സിദ്ധി ഹോംസിൻ്റെ പാർട്ട്നേഴ്സ്. ഒരിക്കലും ഒരു ബിൽഡർ കസ്റ്റമർ എന്നുള്ള റിലേഷൻഷിപ്പിലുപരി നമ്മളുടെ ഒരു വീട്ടിലെ അംഗത്തെ പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. പിന്നെ അവരുടെ ഒരു കംപ്ലീഷൻ, ടൈംലി കംപ്ലീഷൻ വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഒത്തിരി ബിൽഡിംഗ് ഒരേ സമയത്തിന് പോകാതെ ഒന്ന് തീർന്നടുത്തത് അല്ലെങ്കിൽ ഒന്ന് ഓൾമോസ്റ്റ് ഫിനിഷ് ആവുന്ന സമയത്ത് അടുത്ത ബിൽഡിംഗ് എന്നുള്ള രീതിക്കാണ് ഞാൻ കണ്ടിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു പങ്ക്ച്വാലിറ്റിയും പെർഫെക്ഷനും കൺസ്ട്രക്ഷനിലും ബിൽഡിങ്ങിലും ഉണ്ടായിരുന്നു. എനിക്കതിലുള്ള വിശ്വാസം മൂലം എൻ്റെ 2 ബ്രദറും സിസ്റ്ററും രണ്ടുപേരും ഇവരുടെ അടുത്ത 2 പ്രോജക്റ്റുകളിൽ ഭാഗമാകാനും അവർ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ അത് തീർത്ത് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതിനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കൊളീഗ്സിനിടയിലോ ഫ്രണ്ട് സർക്കിളിനിടയിലോ തൃപ്പൂണിത്തുറയിൽ ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്യുന്ന രീതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ സിദ്ധി ഹോംസ് റെഫർ ചെയ്യാറുണ്ട്. 2 ആസ്പെക്റ്റാണ്. ഒന്ന് ടൈംലി കംപ്ലീഷൻ, ക്വാളിറ്റി, പിന്നെ ഒരു സാധാരണക്കാരൻ അഫോർഡ് ചെയ്യാവുന്ന പ്രൈസ് ലെവലിലാണ് സിദ്ധി ഹോംസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ താമസിക്കാൻ തുടങ്ങി പിന്നെ ഇവിടെ അടുത്തുള്ള എല്ലാവരുമായിട്ട്, അടുത്തുള്ള ഫ്ലാറ്റുകളിലും എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്സായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം സെലക്ഷൻ ഓഫ് കസ്റ്റമേഴ്സ് ഒരു ഭാഗമാണ്. കാരണം ഒരു തമ്മിൽ കണക്ഷൻ ഇല്ലാത്ത രീതിയിലുള്ളൊരു കസ്റ്റമേഴ്സ് അല്ല ഞങ്ങൾക്ക് ഈ ഫ്ലാറ്റിൽ കിട്ടിയിരിക്കുന്നത്. നമ്മളുടെ ഈ കോമ്പൗണ്ടിലുള്ള 3 ഫ്ലാറ്റിൽ മാത്രമല്ല, ഞങ്ങൾ ഫ്ലാറ്റുകൾ തമ്മിലും നല്ല ബന്ധത്തിലാണ് കഴിഞ്ഞു പോകുന്നത്. അതിലൊരു പരിധിവരെ ബിൽഡറുടെ ഇൻഫ്ലുവൻസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, അത് ഇൻഫ്ലുവൻസ് ഉണ്ട്. സിദ്ധി ഹോംസിലെ ഈ അപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ഓണം, ന്യൂ ഇയർ അതൊക്കെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ കുട്ടികളും കൂടുതലുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് വലിയൊരു സന്തോഷമാണ്. എല്ലാവരും ഞങ്ങളുടെ മക്കളിപ്പം വലുതായി വരണതുകൊണ്ട് ഇപ്പോൾ അധികം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റണില്ല. എന്നാലും അവർ വന്ന സമയത്തൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാത്തിലും കൂടാനും ഒക്കെ. ഹാപ്പിയാണ് ഞങ്ങളിവിടെ. പിന്നെ ഞങ്ങൾ ഈ ലൊക്കേഷനിൽ ഇവിടെ താമസിക്കാനുള്ള കാര്യവും സ്കൂള്, അതുപോലെ ആരാധനാലയങ്ങൾ, അന്ന് ഞങ്ങൾ 2015-16 താമസം തുടങ്ങുമ്പോൾ മെട്രോ വരുന്നത് ഒരു സൂചന മാത്രമായിരുന്നു. മെട്രോ ഇപ്പോൾ യാഥാർത്ഥ്യമായി. അതെല്ലാം ഇതിൻ്റെ ഒരു മാക്സിമം 500 മീറ്ററിനകത്ത് ഉള്ള ആക്സസിബിലിറ്റി ഉണ്ട്. തൃപ്പൂണിത്തുറയുടെ പ്രധാന ഐശ്വര്യമായ പൂർണ്ണത്രയീശ ക്ഷേത്രം ഇവിടുന്ന് വെറും 600-700 മീറ്റർ അകലത്തിലാണ്. അതുപോലെ അത് കൂടാതെയുള്ള മറ്റ് ആരാധനാലയങ്ങളും ബസ് സ്റ്റാൻഡാണെങ്കിലും ബസ് സർവീസ് ആണെങ്കിലും ടാക്സികളോ ഓട്ടോയോ ഏറ്റവും അവസാനം വന്ന മെട്രോയും എല്ലാം നമുക്ക് നടന്നു പോകാവുന്ന ഡിസ്റ്റൻസിൽ തന്നെ അവൈലബിൾ ആണ്. അങ്ങനെ ഒരു ലൊക്കേഷനിലാണ് ഇപ്പം ഈ ബിൽഡിംഗ് മാത്രമല്ല, അതിനുശേഷം ഈ കോമ്പൗണ്ടിൽ 2 എണ്ണം, അവരുടെ അതിനുശേഷം വന്ന ശ്രീകല എന്ന് പറഞ്ഞ ബിൽഡിങ്ങും, ഇവിടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ സഹോദരങ്ങളെ ഞങ്ങളുടെ ഇൻഫ്ലുവൻസ് മൂലം അവർ വാങ്ങിക്കാനുണ്ടായ കാരണങ്ങളൊക്കെ ഈ ആക്സസിബിലിറ്റിയും മറ്റ് പ്രോക്സിമിറ്റിയുമാണ്. എനിക്ക് കൂടുതൽ ഫ്ലാറ്റുകളോ ബിൽഡറോ ആയിട്ട് അധികം പരിചയങ്ങളില്ല. പക്ഷേ അനുഭവത്തിൽ നിന്ന് പറയാം, ആഫ്റ്റർ സെയിൽ കഴിഞ്ഞ് മാഞ്ഞു പോകുന്ന ഒരു ബിൽഡർ അല്ല സിദ്ധി ഹോംസ്. നമുക്ക് ഫ്ലാറ്റിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയോ എന്തെങ്കിലും ഒരു ഇപ്പം പ്ലംബിങ്, ഇലക്ട്രിക്കൽ അങ്ങനെ എന്ത് രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ വന്നാലും നമ്മൾ ഇവിടുന്ന് ആദ്യമേ ഇവരെ തന്നെ കോൺടാക്ട് ചെയ്തെങ്കിൽ ഇവരുടെ ഒരു റെഫറൻസോ അല്ലെങ്കിൽ അവർ തന്നെ നേരിട്ട് ഇടപെട്ടോ അതിനൊരു റെക്ടിഫിക്കേഷന് വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് വരാറുണ്ട്. അല്ലാതെ ഞങ്ങൾ സൊസൈറ്റിക്ക് ഹാൻഡ് ഓവർ ചെയ്തു, ഇനി വി ആർ ഔട്ട് ഓഫ് ദ പിക്ചർ, അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ല. അതുകൊണ്ട് തന്നെ സിദ്ധി ഹോംസ് തൃപ്പൂണിത്തുറയിൽ ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ബിൽഡറാണ്.